നിങ്ങളുമായിട്ടുള്ള ഒരു റിയൂണിയന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ എത്രമാത്രമാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്? തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഒന്നിച്ചു ചേരാനുള്ള അത്രയും തീവ്രമായിട്ടുള്ളൊരു ആഗ്രഹത്തിലാണെന്ന് കാണുന്നുണ്ട്. നിങ്ങൾ ലൈഫിൽ നിന്നും അവരിൽ നിന്നും ഒരുപാട് ഡിസ്റ്റൻസിലോട്ട് പോകുന്നതായിട്ടുള്ളൊരു ഫീലിങ്സ് അവർക്ക് തോന്നുന്നുണ്ട്. അതിൽ ഒരുപാട് ഡിപ്രഷനൊക്കെ തോന്നുന്നൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ അവർ അവരുടെ ലൈഫിലേക്ക് നിങ്ങളെ ആകർഷിക്കുന്നുണ്ട്, അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരിക്കലും അവരിൽ നിന്നും അകന്നു പോകരുതേ എന്ന് ഈ ഒരു നിമിഷം അവർ ആഗ്രഹിക്കുന്നുണ്ട്. മീൻസ് ഡെഫിനിറ്റ്ലി അവർ നിങ്ങളുമായിട്ടുള്ള റിയൂണിയൻ ആണ് ഈ ഒരു സമയം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആയി പോയതായിരിക്കാം. ആ ഒരു സിറ്റുവേഷൻ മേ ബി അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടു പേർക്കും നേരിൽ കാണാനോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ കഴിയാത്തതുമായിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യം അവർക്ക് ഓവർകം ചെയ്യാൻ പോലും കഴിയാത്തതായിട്ടാണ് കാണുന്നത്. അവരുടെ ലൈഫിൽ എന്ത് ചോയ്സ് ആണ് എടുക്കേണ്ടത് എന്നുള്ളൊരു ചിന്തയിലാണുള്ളത്. ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ട് കാണുന്നുണ്ട്. അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ട് അവർക്ക് നിങ്ങളുടെ അരികിലേക്ക് വരാൻ കഴിയുന്നില്ല. ഒരുപാട് ചോയ്സ് അവരെടുക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും അവരതിൽ പരാജയപ്പെട്ടു പോകുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ട് ഇനിയും എന്താണ് ചെയ്യേണ്ടത്, എന്ത് സ്ട്രഗിൾസ് ആണ് ചെയ്യേണ്ടത്, ഏത് തരത്തിലും ഫൈറ്റ് ചെയ്ത് ഏത് സാഹചര്യത്തോടും പൊരുതിക്കൊണ്ട് നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ട് അവർ ചിന്തിക്കുന്നുണ്ട്. അത്രയധികമായിട്ടുള്ള ഒരു ഡിസയർ, ഒരു ആഗ്രഹമാണ് അവരുടെ ഉള്ളിലുള്ളതെന്നാണ് കാണുന്നത്. ടു ഓഫ് കപ്സ് ഇതൊരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാർഡായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങളുമായിട്ട് ഒരുമിച്ച് ചേർന്നുള്ള ആ ഒരു റിയൂണിയൻ ആണ് ഈ ഒരു കാർഡ് നമുക്ക് തരുന്ന ഒരു വ്യക്തത എന്ന് പറയുന്നത്. നിങ്ങളുമായിട്ടുള്ള റിയൂണിയൻ ഈ വ്യക്തി ഇപ്പോൾ അത്രയധികമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഫയർ എനർജിയൊക്കെ കാണുന്നുണ്ട്. അതായത് നിങ്ങൾ മാത്രമാണ് അവരുടെ ലൈഫിൽ അവർക്കൊരു പോസിറ്റീവ് എനർജി കൊടുത്തിട്ടുള്ളൊരു വ്യക്തി. അതായത് അവരുടെ ലൈഫിൻ്റെ ഒരു ലൈറ്റ് നിങ്ങളാണ്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങളാണ്. അതുകൊണ്ട് തന്നെ ലൈഫിൽ ഒന്നിനു വേണ്ടിയിട്ടും നിങ്ങളെ ഉപേക്ഷിക്കാൻ ഈ വ്യക്തി തയ്യാറല്ല. ഈ ഒരു നിമിഷത്തിൽ പോലും അവർ നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേരണം എന്നുള്ള ഒരു തീവ്രമായിട്ടുള്ള ആഗ്രഹത്തിലാണുള്ളത്. ഓക്കെ. അതുകൊണ്ട് തന്നെ അടുത്ത നിമിഷങ്ങളിൽ തന്നെ മേ ബി അവർ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനോ ശ്രമിക്കുന്നതായിരിക്കും. നിങ്ങളുടെ മുന്നിലേക്ക് ചിലപ്പോൾ ഒരു സർപ്രൈസുമായിട്ട് അവർ നിങ്ങളുടെ മുന്നിലേക്ക് വന്നു ചേരാനും സാധ്യത വളരെ കൂടുതലാണ്. അവർ അത്രയധികം ഒരു പോസിറ്റിവിറ്റിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഒരു റീബർത്ത് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഈ റീയൂണിയൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എന്ത് കാര്യമാണോ ഇൻവെസ്റ്റ് ചെയ്താലും അല്ലെങ്കിൽ എന്ത് കാര്യമാണോ നിങ്ങളെ തമ്മിൽ സെപ്പറേറ്റഡ് ആക്കിയിട്ടുള്ളത്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് തുറന്നു നിങ്ങളെ ബോധ്യപ്പെടുത്തി ഈ ഒരു റീകൺസിലേഷൻ പോസിബിൾ ആക്കണമെന്നുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ചിന്ത ഈ വ്യക്തിയിലുണ്ട്. ഓക്കെ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കണമെന്ന് അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങളുമായിട്ടുള്ള റിയൂണിയൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് തവണ അവർ അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടാവാം, അവർ പരാജയപ്പെട്ടിട്ടുണ്ടാവാം. പക്ഷേ ഇപ്പോഴും ആ ഒരു നിമിഷത്തിൽ പോലും അവർക്ക് ഇനിയും എക്സ്പെക്റ്റേഷൻ ഉണ്ട് ഈ റിലേഷൻഷിപ്പിൽ. മേ ബി നിങ്ങൾ ചിലപ്പോൾ ഒരു ലോ എനർജിയിലായിരിക്കാം. എങ്കിൽ പോലും അവർക്ക് വീണ്ടും വീണ്ടും പ്രതീക്ഷയുണ്ട് ഈ റിലേഷൻഷിപ്പിൽ വീണ്ടും നിങ്ങൾ ഒന്നിച്ച് ചേരുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ. ഈവൻ അവരൊരു ഡിപ്രഷൻ സ്റ്റേറ്റിലേക്ക് പോകുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു നിമിഷത്തിൽ പോലും അവർക്ക് അറിയാം തീർച്ചയായിട്ടും നിങ്ങൾ ഫ്യൂച്ചറിൽ ഒന്നിച്ച് ചേരേണ്ട വ്യക്തികളാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവർ അത്രയധികം സ്ട്രോങ് ആയിട്ട് തന്നെ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യാണ്. ഓക്കെ. 8 ഓഫ് വാണ്ട്സ് അതും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയാണ് നമുക്ക് തരുന്നത്. അവരൊരു ആക്ഷൻ എടുക്കും, ഒരു ഡിസിഷൻ എടുക്കും എന്നുള്ളതാണ് നമുക്കൊരു ക്ലാരിറ്റി ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഈ ഒരു കണക്ഷൻ ഒരു ഇൻഫിനിറ്റ് കണക്ഷൻ ആണ്, ഒരിക്കലും എൻഡായി പോകുന്നതല്ല. ഏതൊരു സിറ്റുവേഷൻ വന്നിരുന്നാലും അതിൽ ആ ഒരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാവും. ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെങ്കിലും അത് വീക്ക് ആകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് സാഹചര്യമാണോ നിങ്ങൾ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു എനർജി തീർച്ചയായിട്ടും മാറിപ്പോകുന്നതാണ്. നിങ്ങൾ ഒന്നിച്ച് ചേരുമെന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത് ഇവിടെ വ്യക്തമാവുന്നുണ്ട്. ഓക്കെ. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഒരു ആക്ഷൻ എടുക്കണം എന്നുള്ള ഒരു ചിന്ത ഇപ്പോൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു റീയൂണിയന് വേണ്ടിയിട്ട് അവരിപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുന്നുമുണ്ട്.
ഓക്കെ, തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് അവര് സ്പിരിച്വലി കണക്റ്റഡ് ആവാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളെ എന്താണ് ടെലിപ്പതിക്കലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട്. ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഡ്രീം ചെയ്യുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ഈ ഒരു നിമിഷത്തിൽ പോലും ഈ വ്യക്തി ചിന്തിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ആൻഡ് യെസ്, ഡെഫിനറ്റ്ലി ഈ വ്യക്തി ഈ റിലേഷൻഷിപ്പിൽ ഒരു ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് യെസ്, അത്രയധികമായിട്ടുള്ള ഒരു ലോസ് ഫീലിംഗ്, അല്ലെങ്കിൽ നിങ്ങളെ അവരുടെ ലൈഫിൽ ഇത്രയധികം അവർ മിസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു നിമിഷം ഇനിയും ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. അത്രയധികം ഒരു ഡിപ്രഷനിലേക്ക് ഈ വ്യക്തി പോവാണ്. ലൈഫിൽ നിങ്ങൾ അവരുടെ കൂടെ ഇല്ലാത്ത സാഹചര്യം അവരെ തികച്ചും ഒറ്റപ്പെടുത്തിയ പോലുള്ളൊരു ഫീലിംഗ്, അവർക്ക് എന്തോ നഷ്ടമായി പോയത് പോലുള്ളൊരു ഫീലിംഗ് അവർക്ക് ഉണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തി ഈ ഡിസിഷൻ എടുക്കാനായിട്ട് ചിന്തിക്കുന്നത്. അവരൊരു ആക്ഷൻ എടുക്കുമെന്നുള്ളത് വളരെ പോസിറ്റീവായിട്ട് ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ദ ഡേ ഐ ഹാവ് ലെറ്റ് യു ഗോ വാസ് ദ ഹാർഡസ്റ്റ് ഡേ ഓഫ് മൈ ലൈഫ്. അവരുടെ ജീവിതത്തിൽ അവർക്ക് നിങ്ങളെ നഷ്ടമായ ദിവസമാണ് അവർക്ക് ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. ആൻഡ് ദിസ് ടൈം ഐ ആം നോട്ട് റെഡി, ഗീവ് മീ ടൈം. ഈ ഒരു സമയത്ത് അവർ റെഡി അല്ല. അവർക്ക് എന്തൊക്കെയോ പ്രോബ്ലംസ് ഉള്ളതായിട്ട് അവർ പറയുന്നുണ്ട്. അവർക്ക് കുറച്ചുകൂടി സമയം കൊടുക്കുക. ആൻഡ് ഐ വിൽ ഫൈറ്റ് ടിൽ ദി എൻഡ്. ലാസ്റ്റ് മൊമെന്റ് വരെയും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു റിയൂണിയൻ ഉണ്ടാവുന്ന സമയം വരെയും അവർ ഫൈറ്റ് ചെയ്യും എന്ന് തന്നെയാണ് കാണുന്നത്. ആൻഡ് ഐ എം മിസ്സിങ് യു സോ മച്ച് റൈറ്റ് നൗ. ഐ വിഷ് യു കിഡ് ഹിയർ ബിസൈഡ് മീ. ഐ മിസ് യു, മിസ് യു, മിസ് യു. ഓക്കെ, അവർ നിങ്ങളെ അത്രമാത്രം മിസ് ചെയ്യുന്നുണ്ടാവാം. ഈ ഒരു നിമിഷത്തിൽ പോലും നിങ്ങൾ അവരുടെ അരികിൽ ഉണ്ടായിരുന്നു എങ്കിൽ എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവർക്ക് അത്രയധികമായിട്ടാണ് നിങ്ങളെ മിസ് ചെയ്യുന്നത്. ഐ ട്രൈ ടു ഹൈഡ് മൈ പെയിൻ, ഐ നോ യു വിൽ അണ്ടർസ്റ്റാൻഡ് മീ. ഓക്കെ, അവരുടെ വേദന അവരെപ്പോഴും മറച്ചു വെക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അവരെ നിങ്ങൾ മനസ്സിലാക്കും എന്ന് അവർ ചിന്തിക്കുകയാണ്. ഐ ഫീൽ എംറ്റി വിതൗട്ട് യു. ഓക്കെ, നിങ്ങളില്ലാതെ അവർക്ക് ഒരു എംറ്റിനെസ് ആണ് ഫീൽ ചെയ്യുന്നത്. അവരുടെ ലൈഫിൽ ഒരു ശൂന്യതയാണ് അവർക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നത്. ഐ എം ഹെൽപ്ലെസ് നൗ, മൈ ലൈഫ് ഈസ് എംറ്റി. ഓക്കെ, ഇപ്പോൾ അവർ നിങ്ങളില്ലാതെ അവരുടെ ലൈഫിന് അവർ ഒരു വളരെ നിസ്സഹായമായിട്ടുള്ള അവസ്ഥയിലാണ്. അവരുടെ ലൈഫ് എംറ്റി ആണ് എന്ന് തന്നെയാണ് അവർ വീണ്ടും നിങ്ങളോട് പറയുന്നത്. ആൻഡ് ഐ സ്റ്റാർട്ട് മിസ്സിങ് യു ദ മൊമെന്റ് യു ലീവ്. നിങ്ങളെ നഷ്ടമായി തുടങ്ങിയ നിമിഷം മുതൽ അവർക്ക് ആ ഒരു മിസ്സിങ് അനുഭവിക്കുകയാണ്. ആൻഡ് ഐ വോണ്ട് ടു ടെൽ യു സംതിങ്. ഓക്കെ, അവർ നിങ്ങളോട് എന്തൊക്കെയോ കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളുമായിട്ടുള്ള റീകൺസിലേഷന് വേണ്ടിയിട്ട് ഇത്രയധികം ആഗ്രഹിക്കുന്നുണ്ടാവാം. ഓക്കെ.